Hello, welcome back to my channel. You're watching an Actorist and this is Aisha. If you're here for the first time, please don't forget to subscribe. അപ്പോൾ ഇന്നത്തെ ബുക്ക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ബഷീറിൻ്റെ പ്രേം പാറ്റയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് പലരുടെയും ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ്. എൻ്റെ അതെ, അദ്ദേഹത്തിനെ ഞാൻ വായിക്കാത്തത് ആയിട്ട് ഭയങ്കര ചുരുക്കം ചില പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് 13ാം പതിപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. DC ബുക്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ആൻഡ് 130 റുപ്പീസാണ് ഈ ബുക്കിൻ്റെ കോസ്റ്റ്. ഈ ബുക്കും അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിത്ര കെ. ഇറ്റ്സ് എ സിമ്പിൾ കവർ. ആൻഡ് പ്രേം പാറ്റ എന്ന് പറയുന്നത് മുഴുവൻ പ്രേമത്തെക്കുറിച്ചാണ് പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കും വാട്ട് ക്രേസിനെസ് ഈസ് ഹാപ്പനിങ് ഹിയർ, അങ്ങനെയൊക്കെ തോന്നും. എന്തോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു പുസ്തകമാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒരു ഹർജിയാണ്, സങ്കട ഹർജി. എൻ്റെ ശരിയായ വയസ്സ് 102. ഈ കാലമൊക്കെ ഇത്രയായിട്ടും ഒരു പെണ്ണും എന്നെ പ്രേമിച്ചിട്ടില്ല. എങ്കിലും ശാപവും ശാപമോചനവും ഒന്നും കൂടാതെ ഒന്നാന്തരം പ്രേമം കൊണ്ട് അനുഗ്രഹീതനാകാനുള്ള ആദിപുരാതീന ഒറ്റമൂലികൾ എനിക്കറിയാം. നോ പ്രേമനൈരാശ്യം. ശ്രദ്ധയോടെ ഭക്തിയോടെ കൈകാര്യം ചെയ്യുക. പ്രേമം കരസ്ഥമാക്കാനുള്ള പുണ്യവഴികൾ ബഷീറിന് മാത്രം സങ്കല്പിക്കാവുന്ന ഒരു പ്രേമകഥ. അതാണ് പ്രേംപാറ്റ. അപ്പോൾ പത്രത്തിലെ സാറന്മാർക്ക് എഴുതുന്ന ഒരു ലെറ്ററാണ് ആക്ച്വലി ഈ പുസ്തകത്തിൽ കുറേ പറയുന്ന ഇൻസിഡൻസ്. കുറേ ലവ് സെനാരിയോസ് ഹാപ്പൻഡ് ഇൻ ഹിസ് ലൈഫ്. അതാണ് ലിറ്ററലി ഈ പുസ്തകത്തിൽ പറയുന്നത്. കുറേ ഫണ്ണി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ട് പല ഒപ്പീനിയൻസും പറയുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഇറ്റ്സ് റിയലി എ നൈസ് ബുക്ക്. ഞാൻ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് വായിച്ചു തീർത്ത ഒരു പുസ്തകമാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ഈ ബുക്ക് തുടങ്ങുന്ന തന്നെ പ്രേമത്തെപ്പറ്റി തന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങിയാൽ എന്താ, നല്ല ഒന്നാന്തരം മധുരമുള്ള സംഗതി, ആദിപുരാതനമൊക്കെ ആയ നിത്യ മാദക സുരഭില അത്ഭുത സുന്ദര വിസ്മയം, പ്രേമം, കാമുകി, കാമുകൻ. ഭാഷയിൽ ഇവയെക്കാളൊക്കെ മുന്തിയ മധുര പദങ്ങളുണ്ടോ? സാറന്മാർക്ക് എന്ത് തോന്നുന്നു? പ്രേമിക്കുന്നു, പ്രാണനാഥ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയാമല്ലോ സാറന്മാരെ, എൻ്റെ ചങ്ക് പൊട്ടും. ഇത് പതിവാണ്. പൊട്ടിത്തകർന്ന ഹൃദയം. ഏതാണ്ട് അസ്തിത്വ ദുഃഖം എന്നോ മറ്റോ ദാർശനിക സാറന്മാർ പറയാറില്ലേ, അത് തന്നെ. സങ്കടം ഹൃദയവേദ. അത് തന്നെയാണ് ആക്ച്വലി എൻ്റെയും അവസ്ഥ. ആൻഡ് പല സിംഗിൾസിൻ്റെയും അവസ്ഥ അത് തന്നെയായിരിക്കും. അപ്പം സിംഗിൾസ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. 102 വയസ്സായിട്ടും ഇതുവരെ ആരാലും പ്രണയിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ ആ ഒരു രോദനമാണ് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. ആൻഡ് കുറേ രസമുള്ള സാഹചര്യങ്ങളും കോട്സും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. കോളേജ് മാഗസിൻ എഡിറ്റർമാരിൽ ഒരാളാണ് ഞാൻ. സ്റ്റുഡൻറ് ലീഡറും. ഒരു ഇൻ്റർവ്യൂവിനാണ് വരുന്നത്. ഫോട്ടോഗ്രാഫറും കാണും. ഞങ്ങൾക്ക് ചായ തരണം. മരച്ചുവട്ടിൽ ഞാൻ അടുത്തിരുന്ന് ഇൻ്റർവ്യൂ നടത്തുന്ന ഫോട്ടോ ഞങ്ങളുടെ കോളേജ് മാഗസിനിൽ വരും. രാഷ്ട്രീയം, സാഹിത്യം, മതം, പ്രേമം, സമരം, ഈ വിഷയങ്ങളെപ്പറ്റി ആയിരിക്കും ഇൻ്റർവ്യൂ. ഇതിനൊന്നും അങ്ങോട്ട് വരണമെന്നില്ല. ഇപ്പോൾ തന്നെ ഓർത്ത് കാച്ചിക്കൂ. രാഷ്ട്രീയം പാടെ നിരോധിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാർ, തൊഴിലാളി നേതാക്കന്മാർ, ഇവരെ എല്ലാം വലിയ വാണത്തിൽ കെട്ടി തീ കെടുത്ത് കത്തിച്ച് ഊഷ് എന്ന് വിടണം. എല്ലാവരും ഞങ്ങളുടെ കൈത്തോടിനക്കരെ കോങ്കോയിലെ ഇട്ടൂരി വനത്തിൽ ചെന്ന് വീഴും. അവിടെ എൻ്റെ കുടുംബക്കാരായ കാനിബാൾ സുൽത്താൻമാരുണ്ട്, നരഭോജികൾ. അവർ രാഷ്ട്രീയ നേതാക്കളെയും തൊഴിലാളി നേതാക്കളെയും കോഴി ബിരിയാണിയാക്കി സൗഹാർദ്ദ സമ്മേളനം നടത്തും. എന്ത് ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ടാണ് ഉള്ളിലുള്ള വികാരങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്താണ് ഇതൊക്കെ കത്തിയേനെ, പക്ഷെ പണ്ട് അങ്ങനെ എഴുതാറുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതുപോലത്തെ ഒരു സാധനം വരുന്നത്, കോടിക്കണക്കിനുള്ള വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് മുഴുവൻ്റെയും പുണ്യ പുരോഗമന ചിന്ത, സമരം, പഠിപ്പ് മുടക്കുക, കാറ്, ബസ്, ലോറി, സൈക്കിൾ, കാളവണ്ടി ആദിയായവ തല്ലിത്തകർക്കുക, കടകമ്പോളങ്ങളും പത്രമാഫീസുകളും കത്തിക്കുക, കണ്ടവരുടെയൊക്കെ മതിലുകളിൽ അമ്മേനെ കെട്ടിച്ച് ബുക്ഡ് കാച്ചുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം അകത്തും പുറത്തും രാക്ഷസീയവും തനി മലംനാറുന്നതുമായ അളുമ്പൂസൻ അക്ഷരങ്ങളിൽ സ്വദേശ പാർട്ടി സമരസാഹിത്യം എഴുതുക, അധ്യാപകരെ ധർണ, ഖൊരാവോ എന്ന തനി പോർക്ക് മോഡൽ കുഴപ്പത്തിലിരുത്തുക. ആൻഡ് ദെൻ TV എന്ന കെറുക്കം പെട്ടി. ഭ്രാന്തുകൾ പറയുകയും ആർഷഭാരതത്തിൽ ഒരേ ഒരു ജാതിയേ ഉള്ളൂ, അവരുടേതാണെല്ലാം. വർഗീയത തലപൊക്കുന്നു. മനസ്സ് ശുദ്ധമാക്കട്ടെ. പത്രങ്ങൾ വർഗീയ വിഷക്കാറ്റ്. ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, മന്ത്രിമാർ, ആകെ മൊത്തം സർക്കാരുകൾ, അഴിമതി, കൈക്കൂലി. അതുപോകട്ടെ വിദ്യാർത്ഥി ലോകം. വിദ്യാർത്ഥി നേതാക്കൾ
സ്റ്റുഡൻസ് ലീഡേഴ്സ് ഒന്നും പഠിക്കാതെ പരീക്ഷകളിൽ തോറ്റു തുന്നം പാടുമ്പോൾ സ്ഥിരം ഗുണ്ടകളുമായി പൂജ്യപുണ്യ രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാർ വരുന്നു. ജയിച്ചതായി കള്ള സർട്ടിഫിക്കറ്റ് നേടുന്നു. അങ്ങനെ ജയിക്കുന്നു, മന്ത്രിമാരാകുന്നു, സുന്ദരമായി രാജ്യം ഭരിക്കുന്നു, ഖജനാവ് കൊള്ള ചെയ്യുന്നു, സുഖിക്കുന്നു. വിദ്യാർത്ഥി ലീഡേഴ്സ് പൊതു നേതാക്കളായി വിലസുന്നു. ഇത് പുതിയ വാർത്തയൊന്നുമല്ല. അഖില ലോക വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. കോടികൾ സമരം ചെയ്യുകയാണല്ലേ. ആരോട്? എന്തിന്? ദുനിയാവിൽ എവിടെയെങ്കിലും ഒരു വയറുകടിക്കാരനായ പാവം പിടിച്ച പോലീസുകാരന് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദിന്റെ അടുത്ത് വെച്ച് ഒരു ചെറിയ കൈപ്പിഴ വന്നതിന് അണ്ടകടാഹ സമരം പ്രഖ്യാപിക്കും. കടകമ്പോളങ്ങൾ കത്തിക്കുക, ബന്ദിന് ആഹ്വാനിക്കുക, അമ്മയ്ക്ക് പിണ്ടം വെക്കാനുള്ള ബന്ധോ? സർവമാന പുണ്യ രാഷ്ട്രീയ കഴിവേറുടെ മക്കൾക്കും അവരവരുടെ മദേഴ്സിന് പിണ്ടം വെക്കൽ ബന്ദ്. എല്ലാ രാഷ്ട്രീയ കശ്മല വൃന്ദങ്ങൾക്കും ഉണ്ടല്ലോ വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് സ്ക്വാഡ്. അങ്ങനെ ഒരുപാട് ഭയങ്കര വൾണറബിളായിട്ട് ആളുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷനൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് അന്നത്തെ കാലത്ത് ആയതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ അൺസെൻസേർഡ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയത്. ആൻഡ് ഇപ്പോഴത്തെ കാലത്താണ് ഐ ഡോണ്ട് നോ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടോയെന്ന്. എന്തായാലും ഇറ്റ്സ് റിയലി ഗുഡ്. ഒറ്റ സ്ട്രെച്ചിനിരുന്ന് വായിക്കാൻ പറ്റിയ ഒരു നല്ല പുസ്തകമാണ്. ആക്ച്വലി 111 പേജസ് ആണ്. ആൻഡ് ഞാൻ കുറേ കാലമായി ഒരു ബഷീറിൻ്റെ പുസ്തകം വായിച്ചിട്ട്. അപ്പം എനിക്ക് മറ്റേ മംഗളം ശുഭം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എല്ലാ പുസ്തകങ്ങളും അവസാനിക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഫെൽ സോ ഗുഡ്, സോ സാറ്റിസ്ഫൈങ്. അപ്പം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇത് വായിച്ചു നോക്കൂ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.